അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുമ്മയുടെ കൊട്ടാരത്തിൽ നിന്ന് അജ്മൽ സാർ തിരിച്ചു പോന്നിരിക്കുന്നു. അത് മറ്റെങ്ങോട്ടുമല്ല, അതെ, തൻ്റെ സ്കൂളിൻ്റെ കാര്യം, ട്യൂഷൻ്റെ കാര്യം റെഡിയാക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അജ്മലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, മുഹ്സിനയെ ഞാൻ കൊണ്ടുവന്നു, അതെ, അവൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാം, അതുപോലെ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാം എന്നുള്ള പേരിലൊക്കെ. പക്ഷേ എനിക്കത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. ആ ഒരു ഖേദം അജ്മൽ സാറിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന വർക്കുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയകൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാത്ത പോലെയായിരുന്നു. എന്നാൽ തൻ്റെ കൂട്ടുകാരൻ സജീർ ചോദിക്കുന്നു, എന്താ അജ്മലെ, നീ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഇങ്ങനെയല്ലല്ലോ നീ, മൊത്തത്തിൽ നല്ല ആക്റ്റീവാണല്ലോ ഈ ഒരു കാര്യത്തിനൊക്കെ. പിന്നെ സ്കൂള് തുറക്കാനായതാ, ആഗസ്റ്റിലെങ്ങാണ്ട് സ്കൂൾ തുറക്കും, അപ്പോഴേക്കും ട്യൂഷൻ്റെ കാര്യം സെറ്റാക്കണം. അതിനു മുമ്പേ പറ്റുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലത്. പിന്നെ നമ്മളിവിടെ ഒരു ദൗത്യത്തിന് വേണ്ടി വന്നതാണ്. അതായത് എനിക്ക് ഓക്കെ, വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. നീ ഇതിനു വേണ്ടി മാത്രം സ്കൂളെല്ലാം ഓഫാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്, നിൻ്റെ ക്ലാസ്സുകളെല്ലാം ലീവ് എടുത്ത് അങ്ങനെ. അപ്പോൾ താൽക്കാലികമായി നീ വേറെ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ നിൻ്റെ സാലറി ഒക്കെ കൊടുക്കുമായിരിക്കും. ഓക്കെ, അതൊക്കെ നിനക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് ഇവിടെ നീ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആകെ കൊളാവൂട്ടോ നമ്മൾ പ്ലാനിങ്. എടാ, ഇൻഷാ അല്ലാ അതൊക്കെ റെഡിയാവും. പിന്നെന്താണ് നിനക്കൊരു ഉഷാറില്ലാത്ത പോലെ? എടാ, ഒന്നുമില്ല. ഒരിക്കൽ പോലും അവളുടെ കാര്യം പറയുന്നത് ശരിയല്ല എന്ന് അവൻക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ തൻ്റെ ആ മനസ്സിലുള്ള വേദന ഉള്ളിലൊളിപ്പിച്ചു. എന്തെന്നറിയില്ല, മുഹ്സിന ഇതുവരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം എൻ്റെ വീട്ടിലും ബാംഗ്ലൂർ യാത്രയിലും അതുപോലെ എല്ലാത്തിനും കൂടെ ഉണ്ടായ അവൾ പെട്ടെന്നൊരു നിമിഷം ഒരു വീട്ടിൽ ഞാൻ കൊണ്ടാക്കിയപ്പോൾ എന്തെന്നറിയില്ല, വല്ലാത്തൊരു മനസ്സിനൊരു വിഷമം, ഒരു വേദന, ഒരിടങ്ങാറ്, മൊത്തത്തിൽ എല്ലാം കൂടെ. മുഹ്സിന് പിരിഞ്ഞിട്ടോ എന്തോ അറിയില്ല, എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണോ അതോ മറ്റേതെങ്കിലും സ്ഥാനത്താണോ ഞാൻ അവളെ കാണുന്നതെന്ന് ചില നിമിഷങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. ശരിയാണ്, എന്തിപ്പോൾ ചെയ്യാം, ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തു. ആ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിയാഞ്ഞാൽ പിന്നെ ഇപ്പം എന്തിനാ ഞാനൊരു ആണായിട്ട് നടക്കുന്നത്? ആണുങ്ങളായാലേ വാക്ക് പാലിക്കണം, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ അവളോട് പറഞ്ഞിരുന്നു, മുഹ്സിന നീ വിഷമിക്കണ്ട, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധിപ്പിച്ചു തരും. അത് എത്ര ദൂരം പോകേണ്ടി വന്നാലും എത്രയൊക്കെ തന്നെ പണം അതിനു വേണ്ടി ചിലവാക്കേണ്ടി വന്നാലും എനിക്കത് നോ പ്രോബ്ലം. ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അജ്മൽ തൻ്റെ വർക്കിൽ കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നില്ല. അവൻക്ക് ആദ്യമായി മുഹ്സിനയുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റണം, അതിനു വേണ്ടിയായിരുന്നു ഒരുക്കം. അന്ന് തൻ്റെ വർക്കുകൾ ചെയ്യുന്നതിനിടയിൽ അവൻ്റെ മനസ്സ് മറ്റെങ്ങോയാണ്. നേരെ മുഹ്സിനയ്ക്ക് വിളിക്കുന്നു. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഹലോ മുഹ്സി, പിന്നെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? പിന്നെ ഞാൻ പോന്നതിന് ശേഷം വിവരം അന്വേഷിച്ചില്ല, ഒന്നൊന്നും കരുതരുത് കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എന്താ നിൻ്റെ അഭിപ്രായം? മുഹ്സിന അപ്പോഴൊന്നും അത് ഓൺ ചെയ്തിരുന്നില്ല. അജ്മൽ സാറിൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ ശരിക്കും മുഹ്സിനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. സാറേ, അൽഹംദുലില്ലാ, ഇവിടെ കുഴപ്പമില്ല, റാഹത്താണ്. എന്താണെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു സമാധാനം. മുഹ്സി, സത്യം പറഞ്ഞാൽ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു എനിക്ക്. ഒന്നുകൊണ്ടുമല്ല, എനിക്ക് എൻ്റെ പെങ്ങളെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിന്നെ കണ്ട്. പക്ഷേ ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കുവാൻ കഴിയാത്തതിൽ. അത് സാരല്ല, ഇൻഷാ അല്ലാ ഇവിടെ എത്തിയല്ലോ, ഇനി ടൈമുണ്ടല്ലോ. അറബിയുമ്മ ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അറബിയുമ്മയെ നിനക്ക് വല്ലാതെ പിടിച്ചുല്ലേ? എന്തെന്നറിയില്ല, വല്ലാത്തൊരു സ്നേഹനിധിയാണ് അവർ. എൻ്റെ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയത് അവർ തന്നെയല്ലേ? അതെ, ഞങ്ങൾ പറ്റ പാവങ്ങളായിരുന്നു എല്ലാം കൊണ്ടും. എല്ലാം ഞങ്ങൾക്ക് തന്നതും എല്ലാം ഞങ്ങൾക്ക് നേടിത്തന്നതും അറബിയുമ്മയാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് മറക്കാനൊന്നും കഴിയില്ല സാറേ. അവളുടെ വാക്കുകളിൽ കരച്ചിലിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു. മുഹ്സി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അല്ല, മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ? സാറേ, ഇല്ല, ഇവിടെ എത്തിയാൽ ഒരാളും ബുദ്ധിമുട്ടില്ല. അത്രക്കും നല്ലൊരു ആളാണ് അറബിയുമ്മ.
ആ ആയിക്കോട്ടെ, കുഴപ്പമില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പഠിച്ച റബ്ബേതിനും കാത്തുരക്ഷിക്കട്ടെ മുസ്സി. പെട്ടെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ മോളെ. ഞാൻ നിനക്ക് ജോലി എന്ന വാഗ്ദാനത്തിൽ ഇവിടെ കൊണ്ടുവന്നു. നിൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാ അത് എന്തായാലും ഞാൻ ചെയ്തിരിക്കും. ഞാൻ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചെറുതായിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ. അല്ല മുസ്സി, പിന്നെ അറബിയുമ്മാക്ക് അറിയുമാവോ? അറബിയുമ്മ ഉപ്പയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആണോ? മാഷാ അല്ലാ. എന്നിട്ട്? അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, കണ്ടുപിടിക്കാനോ യാതൊരു പ്രയാസമില്ലല്ലേ? ഇല്ല, ഇൻഷാ അല്ലാ. എൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ സിനു ഉണ്ട് എന്നൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മനസ്സതിനു വേണ്ടി കാത്തിരിക്കുകയാണ് സാറേ. നിൻ്റെ സാറേ എന്നുള്ള വിളിയോ നിർത്തുമോ നീ എന്താ പെണ്ണെ ഇങ്ങനെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇക്കാക്കെന്ന് വിളിച്ചൂടെ? ബുഷി വിളിക്കുന്ന പോലെ. ഞാൻ നിന്നെ ആ സ്ഥാനത്തെ കാണുന്നുള്ളൂ. സാറെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ തോന്നിപ്പോവാണ്. ആ മനസ്സിലുള്ള ഒരു സ്നേഹം ഇല്ലാത്ത പോലെ തോന്നാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അതങ്ങ് വിളിച്ച് ശീലിച്ചില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ പിന്നെ എന്തൊക്കെ തിന്നു സാറേ എന്നെ. സോറി ഇക്കാക്ക. വേണ്ട, നിനക്കങ്ങനെ ശീലമായെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ വിളിച്ചോ. പിന്നെ എന്തൊക്കെ തന്നെയായാലും ഇവിടെ വരെ എത്തിച്ചല്ലോ. അറബി ഉമ്മയുടെ അരികിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാം ഈസി ആയിരിക്കും. എനിക്കിനി വേദനയില്ല, പ്രയാസമില്ല, വിഷമമില്ല. കാരണം ഇവിടെ എത്തിയാൽ എനിക്ക് ആരൊക്കെയോ ഉള്ള പോലെയാണ് സത്യമായിട്ടും. ആ എന്തൊക്കെ തന്നെയാലും സേഫ്റ്റിയുള്ള സ്ഥലത്താണല്ലോ നീ എത്തിയത്, അതും വലിയ ഭാഗ്യം. ആ പിന്നെ അറബിയമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. മുഹ്സിന അതാ അറബിയമ്മയുടെ അരികിലേക്ക്. അറബിയമ്മ എന്നെ വിളിച്ചോ? ആ മുഹ്സിൻ, നിന്നെ കാണാതായപ്പോഴേ ഞാൻ ഫോണിൽ. ആ ഓക്കെ ഓക്കെ, ഉമ്മയെ വിളിച്ചോ മോളെ? ആ വിളിച്ചിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ തന്നെയായാലും അങ്ങോട്ട് പോവട്ടോ. അതായത് നിങ്ങളുടെ ഉപ്പയെ കാണുവാൻ വേണ്ടിയിട്ട്, അതായത് ബഷീറിനെ കാണുവാൻ വേണ്ടിയിട്ട് അവൻ്റെ ജോലി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതും സർപ്രൈസ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നീ ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെയോ ആയിപ്പോയി റബ്ബേ. ഉപ്പ എന്നോട് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. ഒരിക്കലും ഉമ്മയെ പോലെ ആയിരുന്നില്ല. റഷീദ് ഉമ്മ എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഉപ്പാക്ക് എപ്പോഴും എന്നോട് സ്നേഹമായിരുന്നു. പാവാണ് ഉപ്പ. ആ ഉപ്പയെ കാണുവാനുള്ള ആഗ്രഹം മുഹ്സിനയിലും വർദ്ധിച്ചു വന്നിരുന്നു. മോളെ നാളെ നമുക്ക് പോവാട്ടോ. അങ്ങനെ അന്നവിടെ അറബി വീട്ടിൽ, അറബി ഉമ്മയുടെ വീട്ടിൽ അവരുടെ ഗാർഡനിലും ഒക്കെ നടന്ന് അവിടുത്തെ നൂർ ഫാത്തിമയുടെ കുഞ്ഞിനെയൊക്കെ താലോലിച്ച് മുഹ്സിന സന്തോഷത്തോടെ അവിടെ കഴിയുകയാണ്. എന്താണെന്നറിയില്ല, അവൾ പറയണേ, നൂർത്ത സത്യം പറഞ്ഞാൽ ദുനിയാവിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അതെവിടെ ആയിരിക്കില്ലേ? മോളെ നീ എന്താ പറയുന്നത്? റൗദ ഷെരീഫില്ലേ? അതെ, മദീനയിലായതുകൊണ്ടായിരിക്കുമോ എനിക്കറിയില്ല. അറബിയമ്മയുടെ അരികിലെത്തിയപ്പോഴെന്നെ എനിക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും സുഖവും. മോളെ എന്നോ നിലനിർത്തട്ടെ പടച്ച റബ്ബ്, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അറബിയുമ്മ മുഹ്സിയെ വിളിക്കുന്നു. മുഹ്സി. ആ ഉമ്മ. ലൈലയെ കാണാൻ പോയല്ലോ, ലൈലയും മക്കളെയും. അവർക്ക് നിന്നെ കാണാൻ ആഗ്രഹമായിരിക്കും. നമുക്ക് പോവാ. നൂർമോള് വരുന്നോ കുഞ്ഞിനെയും കൊണ്ട്? അത് ഇനിയിപ്പോൾ നാഫിക്ക. വാ നമുക്ക് പോകാം അല്ലേ? അവിടെ അടുത്ത് തലാലിനോട് വണ്ടി എടുക്കാൻ പറയാം, വലിയ വണ്ടി എടുക്കാൻ പറയാം. അങ്ങനെ അതാ തലാലിനോട് വലിയ വണ്ടി എടുക്കാൻ പറയുന്നു. മുഹ്സിനയും നൂർ ഫാത്തിമയും കുഞ്ഞും അറബി ഉമ്മയും ആ വാഹനത്തിൽ കയറുന്നു. നേരെ അതാ അറബി ഉമ്മയുടെ മറ്റേ വീട്ടിലേക്ക്, അതെ ലൈലയും മക്കളും താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക്. മക്കൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തലാൽ എന്തെങ്കിലും വാങ്ങട്ടോ. തലാൽ വാഹനം പാർക്ക് ചെയ്ത് മക്കൾക്കുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വന്നു. ആ ഇനി പോവാം മോനെ. അങ്ങനെ അതാ അവർ ആ വലിയ കൊട്ടാരത്തിൻ്റെ മുൻപിലേക്ക് ആ ഒരു വാഹനം കൊണ്ടു ചെല്ലുന്നു. ശരിക്കും മുഹ്സിന അത്ഭുതപ്പെട്ടു. മോളെ, ഇതും നമ്മളുടെ വീട് തന്നെയാണ്. മോൾക്കൊക്കെ ഇഷ്ടമുള്ളടത്ത് താമസിക്കാട്ടോ. അറബി ഉമ്മക്ക് 2-3 വീടുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഏറ്റവും പഴയ ആ ഒരു കെട്ടിടത്തിലാണ്. കണ്ട തോന്നില്ലല്ലോ. ആ അത് വർഷാവർഷം അതിൻ്റേതായ റീമേക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കല്ലേ. ആ എനിക്കാണെങ്കിൽ അവിടെ ഇഷ്ടമുള്ളൂ. പഴയ തറവാടാണെങ്കിലും അവിടെ ഒരു സമാധാനം സന്തോഷമാണ് മോളെ, അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നൂർ ഫാത്തിമ പറഞ്ഞു. അറബിയമ്മ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് നമ്മൾക്കൊക്കെ നല്ലത്. അതെ ശരിയാണ്, അവിടെ ഒരു സമാധാനമാണ്. ഓ മക്കളൊക്കെ എൻ്റെ കൂടെ കൂടിക്കോ.
എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ. നൂറിന് പിന്നെ ഏതായാലും ഇഷ്ടമാണ്. നൂറിന് ഇപ്പം നാട്ടിൽ പോണ കൂട്ടുമില്ല, ഓളെ വീട്ടിലേക്ക് പോണ കൂട്ടുമില്ല. ഉമ്മ ഞാൻ വെറുതെ പറഞ്ഞതാടി, അല്ല കേട്ടോ. ഓളെപ്പോഴും പോനൊക്കെ ചോദിക്കും, പക്ഷേ ഞാനിങ്ങനെ ഓളെയും കുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം സന്തോഷമാണ്. അത് വിചാരിച്ചാണ് ഓളെ ഞാൻ ഇവിടെ നിർത്തുന്നത്. ആ വലിയൊരു ഗേറ്റ് അവരുടെ വാഹനം അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ തന്നെ ഓപ്പൺ ആകുന്നു. മാഷാ അല്ലാ, മുഹ്സിന വാഹനത്തിൽ നിന്നിറങ്ങി ചുറ്റുഭാഗത്തേക്ക് നോക്കി. അത്രക്കും വളരെയധികം മനോഹരമായ ഒരു കൊട്ടാരം പോലുള്ള ഒരു വീട്, അതും നല്ല ഇളം ലൈറ്റ് കളറിൽ. അവൾക്കുണ്ടായ ഒരേ ഒരു സംശയം അതായിരുന്നു. അല്ല റബിയുമ്മ, എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ ചോദിക്കട്ടെ? മോളെ, എനിക്കിഷ്ടമാണ് അങ്ങനെ. മോൾക്ക് അറിയോ, മുർഷിദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നൂർ ഫാത്തിമയുടെ അവരുടെ ഒരു ഫാമിലി ആയിട്ട് വരും. അവൾക്ക് ഒരുപാട് സംശയമായിരുന്നു. എന്നാലും നല്ല കുട്ടിയാക്കി അവളെ ഞാൻ പറഞ്ഞയച്ചു. സത്യം പറഞ്ഞാൽ അവളെ മിസ് ചെയ്തിരുന്നു എനിക്ക് ഒരുപാട്. ഇപ്പം അങ്ങനെ കുറേശ്ശെ മറന്നു തുടങ്ങി. മോളുടെ ഒരു ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അല്ല റബിയുമ്മ, ഇവിടെ എന്താണ് ഫുൾ കളർ, ഫുൾ ബിൽഡിങ് ഇവിടെ ഒരു മണലിൻ്റെ കളറാണല്ലോ? അതെ, ഒരു ചന്ദന കളറ്, ഒരു ലൈറ്റ് കളർ, എല്ലാ ബിൽഡിങ്സും. ഇതും ഈ അറബിയമ്മയുടെ ഈ ഒരു കൊട്ടാരം ഞങ്ങളെ നാട്ടിലെ കേരളത്തിലെ പോലെ കളർഫുൾ അല്ലാത്തതാണല്ലോ ഇതെല്ലാം. ഇതെന്ത് സംഭവം? മോളെ, അതൊക്കെ പറയാം. അതായത് നമ്മളിവിടെ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദൂരെ നിന്നും ഈ ഒരു നമ്മൾ യുദ്ധവിമാനത്തിൽ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ നോക്കുമല്ലോ, അങ്ങനെ കാണുമല്ലോ ഈ ബിൽഡിങ്ങുകളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ സാധാരണ ഒരു മണലിൻ്റെ ഒരു കളറാണല്ലോ, ഒരു ഗോൾഡൻ ലൈറ്റ് കളറ്. ആ ഒരു കളർ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് പിടികിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, മോള് കണ്ടിട്ടുണ്ടോ അറിയില്ല, ഇവിടുത്തെ വണ്ടി, പട്ടാളക്കാരുടെ വണ്ടി ഉണ്ട്, ഒരു സൈസ് മിലിറ്ററിൻ്റെ ഒക്കെ ടൈപ്പിൽ. ശരിക്കും മണൽ പൊതിഞ്ഞതുപോലെ തന്നെയാണ് ആ വണ്ടി കണ്ടാൽ. ശരിക്കും മണൽ കൊണ്ട് കവർ ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ടുമാണത്രേ ഇവിടെ ഇങ്ങനെ ഈ ഒരു നിലപാട്. അറബി രാജ്യത്ത് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അധിക സ്ഥലങ്ങളിലും ഈ ഒരു ലൈറ്റ് മണലിൻ്റെ ഒരു കളർ തന്നെയാണ് ഫുള്ളായിട്ട് എല്ലാ ബിൽഡിങ്സും ചില വാഹനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ആണല്ലേ, എനിക്കറിയാത്തതുകൊണ്ട് ചോദിച്ചാട്ടെ. എവിടെ ചെന്നാലും ഈ ഒരു കളർ ബിൽഡിങ്സ് കാണുമ്പോഴേ ഇപ്പം ഞാൻ വിചാരിച്ച അറബിയമ്മയുടെ കൊട്ടാരം എന്ന് പറയുമ്പോൾ ഇനി കളർഫുള്ളായ വേറെ വല്ലതും. അല്ല മോളെ, ഇത് തന്നെയാണ് ഇവിടുത്തെ ശരിക്കുള്ള കളറ്. മുഹ്സിനയുടെ സംശയത്തിന് മറുപടി കൊടുത്തുകൊണ്ട് അതാ അറബിയമ്മ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഒരു പാറാവുകാരനായ ഒരാൾ അറബിയമ്മയുടെ വീടിൻ്റെ 2 ഭാഗത്തുമായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഒന്ന് ബാക്ക് ഭാഗത്തും ഒന്ന് ഫ്രണ്ടിലും. ആ വലിയൊരു കൊട്ടാരത്തിന് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ലാഞ്ഞാലും ശരിയാവില്ല. അറബിയമ്മയെ കണ്ടപാടെ തന്നെ അവർ അതാ നല്ല രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു. ലൈല, അറബിയമ്മ വിളിക്കുന്നു. ലൈല. അറബിയമ്മ, മാഷാ അല്ലാ, അവൾ ഓടിക്കിതച്ചെത്തി. ലൈല, എവിടെയായിരുന്നു? ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കായിരുന്നു. ഓ ലൈല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ സെർവൻ്റ് ചെയ്തോളൂ എന്നുള്ളത്. പിന്നെ നീ എന്താ ഇത്രമാത്രം? അല്ല, അത് കുഞ്ഞിനെ കുഴപ്പമില്ല, അവനാൻ്റെ കുഞ്ഞല്ലേ, കുളിപ്പിച്ചോട്ടെ. ലൈല, നിനക്ക് ഇവിടെ അറിയോ? മുഹ്സിനയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ലൈല പറയുന്നു. അത് അത് അന്ന് മണവാട്ടിയായി കണ്ടൊരു അപ്പോൾ മറന്നിട്ടില്ല അല്ലേ? അപ്പോഴേക്കും ലൈല നൂർ ഫാത്തിമനെ കുഞ്ഞിനെ കണ്ടിട്ട് വാരിയെടുത്തു. ഉമ്മച്ചിൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വാരി ഒരുപാട് മുത്തം കൊടുക്കുന്നു. കണ്ടിട്ട് 4 ദിവസമായല്ലോ. സത്യം പറഞ്ഞാൽ മക്കൾ പറയും വാവയെ കാണാൻ പോവാന്ന്. ഞാൻ പറയും എപ്പോഴും അങ്ങ് ചെല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ തലാലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ അങ്ങോട്ടും മക്കളെ കൊണ്ടാക്കാനും ഒക്കെ ഉണ്ടാവും. എപ്പോഴും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കാണാൻ എപ്പോഴും പൂതിയാണ്. അറബിയമ്മ, ശരിക്കും സത്യം പറഞ്ഞാൽ മോളെ, നീ തനിച്ചൊക്കെ ആണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ അവിടെ നിൽക്കാമല്ലോ. പിന്നെ നിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ അതും ഒരു സമാധാനം തന്നെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അറബിയമ്മ, അങ്ങയുടെ ആ കാരുണ്യമില്ലെങ്കിൽ. മോളെ, അങ്ങനെ പറയാൻ പാടില്ല. പടച്ച റബ്ബിൻ്റെ കാരുണ്യം അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഒരു കാരണക്കാരെ ഓരോരുത്തരെ സൃഷ്ടിക്കുക. ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗ്യമൊന്നും കിട്ടൂലായിരുന്നു. എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടമായിരുന്നു. മോളെ, അതൊന്നുമില്ല. പടച്ച റബ്ബ് ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. കയറി വരി. അല്ല, മോളുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടോ? ആ ഒരു വാക്കിന് മുഹ്സിന മറുപടി പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല.
അറബിയമ്മയുടെ മുഖവും അത് കേട്ടപ്പോൾ വല്ലാതായി. വാ വരി, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരി ചായ കുടിക്കാം. സെർവൻറ്റിനോട് അപ്പോഴെന്നെ പറയുന്നു. ടീ ഉണ്ടായിക്കോളൂട്ടോ, ഗസ്റ്റ് വന്നിട്ടുണ്ട്, അറബിയമ്മ വന്നിട്ടുണ്ട്. അറബിയമ്മ വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നുകൂടി ഉഷാറാകും. ജോലികളൊക്കെ പെട്ടെന്ന് അവർ സെറ്റാക്കും. ലൈലയ്ക്ക് വേണ്ടിയിട്ട് അതാ അറബിയമ്മ അവിടെ സെർവൻറ്റിനെയും നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ലൈല 4-5 മക്കളെയും കൊണ്ട് കഷ്ടപ്പെടില്ലേ, ഓൾക്ക് റെസ്റ്റ് ആവട്ടെ, വീട്ടിലെ കുക്കിങ് കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ അവൾ ചെയ്യും. വീണ്ടും ലൈല ചോദിക്കുന്നത് മുഹ്സിനയുടെ ഭർത്താവിനെ കുറിച്ചായിരുന്നു. അല്ല മോളെ, എന്താ, എവിടെയാണ് അവന്? ഇവിടെ ഉണ്ടോ? കാണാൻ സത്യം പറഞ്ഞാൽ കൊതിക്കണം കേട്ടോ. നിങ്ങളുണ്ടാളിയും അന്നാ കല്യാണത്തിന് കണ്ടതല്ലേ. പിന്നെ മോളെ വീട്ടിലത്തെ വർത്താനം എന്തൊക്കെ? ഉമ്മാൻ്റെ വർത്താനം എന്താ, ഉപ്പാൻ്റെ വർത്താനം എന്താ? ഒക്കെ എന്താ, സുഖല്ലേ? വീണ്ടും ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അതെ, ലൈല അവളുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. ലൈല പോയതിനു ശേഷമാണ് മുഹ്സിനയുടെ കല്യാണം കഴിയുന്നത്. വേലക്കാരില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ഭാര്യയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ തൻ്റെ മകനെ കൊണ്ട് പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെയാണ് അറബിയമ്മ ഈ ഒരു കാര്യമായി പറഞ്ഞത്. പക്ഷേ സെർവൻറ്റിനെ നിർത്തണമെന്നും പ്രത്യേകം അറബിയമ്മ പറഞ്ഞിരുന്നു. മുഹ്സിനെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത്. പക്ഷേ പിന്നീട് അവൻ്റെ ഉമ്മ വിളിച്ചില്ല. അത് ശരിയാവില്ല. സിനാൻ്റെ ഉമ്മ ഒരിക്കലും പറഞ്ഞില്ല. പിന്നെ ഇതിനെ മരുവോള്. അതുകൊണ്ട് തന്നെ അവൾ അവിടുത്തെ ഒരു വേലക്കാരിയായി മാറുകയായിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ എല്ലാ ജോലികൾക്ക് പുറമെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കുവാനും കിടക്കുവാനും പോലും റഷീദ ഉമ്മ സമ്മതിച്ചിരുന്നില്ല. അവർക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ, പക്ഷേ സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് 2 ദിവസം പോയ ആ ഒരു ടൂറ്, അതിനിടയിൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുക, അത് റഷീദ ഉമ്മ ഇല്ലാതാക്കുക, അങ്ങനെ ഒരുപാട് കഥകൾ ഓർക്കാനുണ്ട് മുഹ്സിനക്ക്. അതുകൊണ്ട് തന്നെ അവൾ അതൊന്നും മിണ്ടാതെ, അതിനെക്കുറിച്ചൊന്നും പറയാതെ നിന്നു. റഷീദ ഉമ്മ ജയിലിലാണ്, അല്ലെങ്കിൽ സിനാനെ കാണുന്നില്ല, ഉപ്പ നാട് വിട്ടു എന്നുള്ള കാര്യമെല്ലാം തുറന്നു പറയണമെന്ന് പലപ്പോഴും തോന്നിപ്പോകും. പിന്നെ വിചാരിക്കും, എന്തിനാ റബ്ബേ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. ലൈല അതാ മുഹ്സിനെ സ്നേഹത്തോടെ വിളിക്കുന്നു. മോളെ ഇരുന്നോ. നൂർ ഫാത്തിമ, മോൾക്ക് സുഖല്ലേ? പോകുന്നുണ്ട് നാട്ടിക്ക്? ഇൻഷാ അല്ലാ പോണമെന്നുണ്ട്, അറബിയുമ്മ പറയുന്നു. ഓൾ എന്നെ വിട്ട് പോണില്ല. എൻ്റെ മോളല്ലേ ഓൾക്ക് ഇങ്ങനെ പോകാൻ തോന്നുമോ? ഓളെ ഞാനാണ് ഇവിടെ നിർത്തിയത്. ഓൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത്. ഓൾ എൻ്റെ മോളാണ്, എൻ്റെ വളർത്തുപുത്രിയാണ്. വളർത്തുപുത്രി ഞാൻ പറയില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എൻ്റെ മോളാണുള്ളു. അതുകൊണ്ടല്ലേ ഉമ്മാരൊപ്പം ഇങ്ങനെ നടക്കണത്. ലൈല ചിരിച്ചു. അറബിയുമ്മ, നിങ്ങളടുത്ത് വന്നാൽ ഒരാൾക്കും പോകാൻ തോന്നൂല. നിങ്ങളുടെ കാരുണ്യം. മോളെ അത് പറയരുതെന്ന് പറഞ്ഞിക്കണേ ഞാൻ. എന്നാലും എങ്ങനെ നിങ്ങളെ പുകഴ്ത്തണം എനിക്കറിയണില്ല. പഠിച്ചറബ് നിങ്ങൾക്ക് ഹൈറും മർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദുആ ചെയ്താൽ മതി, വേറൊന്നും പറയരുതിട്ട് പൊന്നുമോളെ. ഒരിക്കലും ഒന്നും അറബിയുമ്മ നൽകിയതല്ല നിങ്ങൾക്ക് ആർക്കും. എനിക്കതിനുള്ള കഴിവില്ല. പടച്ചറബിൻ്റെ ഔദാര്യം കൊണ്ടാണ് നമുക്കത് കിട്ടിയത്, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. അറബിയുമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു ഉപദേശം ലൈലയെയും മക്കളെയും കണ്ട മുഹ്സിന ആ കൊച്ചുകുട്ടികളുടെ കൂടെ അവൾ കളിക്കുകയായിരുന്നു. കണ്ടില്ലേ, കുട്ടിപ്രായം വിട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അവളെ കെട്ടിച്ച പെണ്ണെ കണ്ടാൽ തോന്നും. കണ്ടില്ലേ, കുട്ടികളുടെ കൂടെ കളിക്കുന്നു. എന്താണെന്നറിയില്ല, മുഹ്സിനയ്ക്ക് അവിടേക്ക് എത്തിയപ്പോൾ വല്ലാത്തൊരു സ്വസ്ഥത, സമാധാനം, സന്തോഷം. പഠിച്ചോനെ, എത്ര ഹാപ്പിയാണ് ഇവരുടെ ജീവിതം. ഞാനിതുവരെ അനുഭവിച്ച ജീവിതം അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. വീട്ടിലാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ റബ്ബേ. അവൾ സത്യം പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. മുഹ്സി പോണ്ടേ? അറബിയമ്മയുടെ ആ ഒരു വാക്ക്. അറബിയമ്മ കുറച്ച് കഴിഞ്ഞിട്ട്, അല്ല മുഹ്സി നിനക്കിവിടെ നിൽക്കണോ? വേണ്ട, നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ നാഫി തിരയുന്നുണ്ടാവും കേട്ടോ. കുഞ്ഞിനെ കാണാനായിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ? നൂർ ഫാത്തിമ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ഉമ്മ ഉണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഇപ്പം എന്നെ മതി ഉമ്മ. അത് നൂർ ഫാത്തിമ പ്രസവിച്ച് നയിച്ചതിന് ശേഷം പഠിച്ചോനെ ഒന്നും കൂടി ഗ്ലാമർ കൂടിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണ് ഓളെ കാണാൻ. ഒരു നിമിഷം അറബിയമ്മ വിചാരിച്ച് പോവുകയും ചെയ്യും, എൻ്റെ തലാലിനൊന്നും കിട്ടിയില്ലല്ലോ ഇങ്ങനത്തത്. നാഫിയ ഉസ്താദ് ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഒന്നുകിൽ ക്രിസ്ത്യാനിയായൊരു പെണ്ണിനെ മുസ്ലിമാക്കി എടുത്തു, ഇസ്ലാമോ സ്വീകരിച്ച്
ഫുള്ള് ദീനീ ചിട്ടയോട് കൂടിയാണ് അവൾ ജീവിക്കുന്നത്. പഠിച്ചോനെ, അതൊക്കെ സ്വർഗത്തേക്കുള്ള മുത്താണ് നൂർ ഫാത്തിമ. മോളെ നൂർ മോളെ, അറബിയമ്മ പറയും. ആ എന്തുമ്മ? മോള് സ്വർഗത്ത് പോകുമ്പോൾ നമ്മളെയും കൂടി പിടിച്ച് കയറ്റണേ മോളെ. ആ അറബിയമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? അതെ മോളെ, ജീവിതത്തിൽ നിനക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അല്ലേ? നീ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയല്ലേ? എന്തൊരു ഭാഗ്യവതിയാ മോളെ നീയെ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ, ഞാനൊന്നും നല്ല പ്രവൃത്തി കൂടുതൽ ചെയ്തിട്ടില്ലല്ലോ. അറബി ഉമ്മയല്ലേ ഒരുപാട് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മോളെ അങ്ങനെയൊന്നുമില്ലടി. മുതൽക്കാരും പൈസക്കാരും കുറേ ബാക്കിലായിരിക്കും, പാവങ്ങളായിരിക്കും പെട്ടെന്ന് മുന്നിൽ. അങ്ങനെയുണ്ട്, അവർക്കൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, എന്ത് ചെയ്തു എന്നൊക്കെ. എന്തായാലും പടച്ചിറബ് കാത്തു രക്ഷിക്കട്ടെ. സന്തോഷത്തോടെ മുഹ്സിനയുടെ ആ ഒരു വീട്ടിലെ ദിനങ്ങൾ അറബിയുമ്മയും നൂർ ഫാത്തിമയും ലൈലയും മുഹ്സിനയും സന്തോഷത്തോടു കൂടി അതാ അവിടെ കഴിയുകയാണ്. നാളെയാണ് മുഹ്സിനയുടെ അമ്മോഷൻ്റെ അടുക്കലേക്ക്, അതായത് സിനാൻ്റെ ഉപ്പയുടെ അടുക്കലേക്ക് മുഹ്സിനയും അറബിയുമ്മയൊക്കെ പോകുന്നത്. ഇൻഷാ അല്ലാ അവിടെ എത്തിയാൽ സിനാനെ കാണുവാൻ പറ്റുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.